ട്യൂഷനിലയിൽ വിളമ്പിയ ചൂട് ചോറും അതിൻ്റെ ഒപ്പം സാമ്പാറും പരിപ്പും കിച്ചടിയും പച്ചടിയും ഒക്കെ ഉണ്ടെങ്കിലും ഒരു അവിയലില്ലെങ്കിൽ ഒരു ഗുമില്ല അല്ലേ. നമ്മുടെ സദ്യക്ക് ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു വിഭവമാണ് അവിയൽ. പല രീതിക്കും പല സ്ഥലത്ത് അവിയൽ പ്രിപ്പയർ ചെയ്യാറുണ്ട് കേട്ടോ. ചിലർ തൈര് ഒഴിച്ചും കുടംപുളി ഒഴിച്ചും പച്ച തക്കാളി ഇട്ടും മാങ്ങ ഇട്ടും ഒക്കെ അവിയൽ പ്രിപ്പയർ ചെയ്യാറുണ്ട്. ഇന്ന് അച്ചമ്മ ഉണ്ടാക്കുന്ന ഒരു സദ്യ സ്പെഷ്യൽ അവിയലാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 250 ഗ്രാം പയറും 250 ഗ്രാം വെള്ളരിക്കയും 250 ഗ്രാം പടവലങ്ങയും എടുത്തിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കി നീളത്തിൽ അരിഞ്ഞു വച്ചിരിക്കുന്നതാണ്. വെള്ളരിക്കയ്ക്ക് പകരം നമുക്ക് കുമ്പളങ്ങയും ചേർക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് നടുവേ കീറിയ 2 മുരിങ്ങക്കായും ചെറുതായി നീളത്തിൽ അരിഞ്ഞ 2 ക്യാരറ്റും ഒരു ഏത്തക്കയും എടുത്തിട്ടുണ്ട്. ഈ ചേന ഇഷ്ടമുള്ളവർക്ക് ചേനയും കൂടി ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവാൻ വയ്ക്കാം. 1 കപ്പ് വെള്ളമാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമ്മൾ പച്ചക്കറികൾ എടുക്കുന്ന അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിലും വ്യത്യാസം വരുത്തണം. നെടുകെ കീറിയ ഒരു 3 പച്ചമുളകും കൂടി ആഡ് ചെയ്ത് നല്ല പോലെ മിക്സ് ചെയ്ത് അടച്ച് വച്ച് വേവിക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ നമ്മുടെ അവിയൽ ഏകദേശം ഹാഫ് കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ചേർക്കേണ്ട അരപ്പ് തയ്യാറാക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു 1.5 കപ്പ് ഗ്രേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-3 കറിവേപ്പിലയും 2 പച്ചമുളകും 1/4 ടീസ്പൂൺ ജീരകവും ചേർത്ത് ഒന്ന് അരച്ചെടുക്കണം. നല്ല വെണ്ണ പോലെ അരയണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് അരഞ്ഞു വന്നാലും മതി. അവിയലിൻ്റെ കഷ്ണമെല്ലാം നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് വാളൻ പുളി ചേർക്കാം. ഇനി അതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടില്ലേ ആ അരപ്പും കൂടി ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ വെള്ളം വറ്റി നല്ല പോലെ ഡ്രൈ ആവണം കേട്ടോ. അപ്പോൾ കൈകൊണ്ട് നമ്മളിത് തൊടാനേ പാടില്ല, കാരണം സദ്യക്ക് ഉണ്ടാക്കുന്ന അവിയലല്ലേ. മിക്ക സദ്യക്കും അതിരാവിലെ തന്നെ ആയിരിക്കും അവിയൽ ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് ചീത്തയായി പോവും. അപ്പോൾ നമ്മുടെ അവിയൽ വെള്ളമെല്ലാം വറ്റി നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മുടെ സദ്യ സ്പെഷ്യൽ അവിയൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓണമൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ എല്ലാവരും ഈ പ്രാവശ്യത്തെ അവിയൽ വീട്ടിൽ തന്നെ ആകട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.